ഓം ശാന്തി. 21/2/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ബാബയുടെ അടുക്കൽ വന്നിരിക്കുകയാണ് തൻ്റെ ഉറങ്ങിപ്പോയ ഭാഗ്യത്തെ ഉണർത്തുവാൻ. ഭാഗ്യം ഉണർത്തുക എന്നാൽ വിശ്വത്തിൻ്റെ അധികാരിയാവുക എന്നർത്ഥം. ചോദ്യം: ഏതൊരു പോഷണം കുട്ടികളായ നിങ്ങളെ ബാബയ്ക്ക് സമാനം ബുദ്ധിശാലിയാക്കി മാറ്റുന്നു? ഉത്തരം: ഈ പഠനം കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിക്കുള്ള പോഷണമാണ്. ആരാണോ ദിവസവും പഠനം പഠിക്കുന്നത്, അതായത് ഈ പോഷണം സ്വീകരിക്കുന്നത്, അവരുടെ ബുദ്ധി പവിഴമായി മാറുന്നു. പവിഴനാഥനായ ബാബ ബുദ്ധിമാന്മാരുടെയും ബുദ്ധിയാണ്. ആ ഒന്ന് നിങ്ങളെ തനിക്ക് സമാനം പാരസ് ബുദ്ധിയാക്കി മാറ്റുന്നു. ഗീതം: ഭാഗ്യം ഉണർത്തി വന്നിരിക്കുന്നു. ഓം ശാന്തി. ഗീതത്തിൻ്റെ വരികൾ കേൾക്കുമ്പോഴും മധുരമധുരമായ കുട്ടികൾക്ക് രോമാഞ്ചം ഉണ്ടാകേണ്ടതാണ്. സാധാരണ ഗീതമാണ്, പക്ഷേ ഇതിൻ്റെ സാരം ആരും അറിയുന്നില്ല. ബാബ തന്നെ വന്ന് ഗീതത്തിൻ്റെയും ശാസ്ത്രങ്ങളുടെയും മറ്റും അർത്ഥം മനസ്സിലാക്കിച്ചു തരുന്നു. മധുരമധുരമായ കുട്ടികൾ അറിയുന്നുണ്ട്, കലിയുഗത്തിൽ സർവരുടെയും ഭാഗ്യം ഉറങ്ങിക്കിടക്കുകയാണ്. സത്യയുഗത്തിൽ സർവരുടെയും ഭാഗ്യം ഉണർന്നിരിക്കുന്നു. ഉറങ്ങിപ്പോയ ഭാഗ്യത്തെ ഉണർത്തുന്നവൻ, ശ്രീമത് നൽകുന്നവൻ അഥവാ പുരുഷാർത്ഥം ചെയ്യിക്കുന്നവൻ ഒരേ ഒരു ബാബയാണ്. ആ ബാബ ഇരുന്ന് കുട്ടികളുടെ ഭാഗ്യം ഉണർത്തുന്നു. കുട്ടി ജനിക്കുമ്പോൾ ഭാഗ്യം ഉണരുന്നു. കുട്ടി ജനിക്കുമ്പോൾ താൻ അവകാശിയാണ് എന്നത് അതിന് അറിയാൻ കഴിയുന്നു. അതേപോലെ ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. കുട്ടികൾക്കറിയാം, കൽപ്പകൽപ്പങ്ങളിൽ നമ്മുടെ ഭാഗ്യം ഉണരുന്നു, പിന്നെ ഉറങ്ങുന്നു. പാവനമാകുമ്പോൾ ഭാഗ്യം ഉണരുന്നു. പാവന ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നു. ആശ്രമം എന്ന അക്ഷരം പവിത്രമാണ്. പവിത്ര ഗൃഹസ്ഥാശ്രമം, അതിന് എഗെയിൻസ്റ്റ് ആയതാണ് അപവിത്ര പതീത ഗൃഹസ്ഥധർമ്മം. ആശ്രമം എന്ന് പറയുകയില്ല. ഗൃഹസ്ഥധർമ്മം എല്ലാവർക്കുമുണ്ട്, മൃഗങ്ങളിൽ പോലുമുണ്ട്. എല്ലാം കുട്ടികളെ ജനിപ്പിക്കുന്നുമുണ്ട്. മൃഗങ്ങളെക്കുറിച്ചും അവ ഗൃഹസ്ഥധർമ്മത്തിലാണ് എന്ന് പറയും. ഇപ്പോൾ കുട്ടികൾക്കറിയാം, നമ്മൾ സ്വർഗത്തിൽ പവിത്ര ഗൃഹസ്ഥ ആശ്രമത്തിലായിരുന്നു. ദേവി ദേവന്മാരായിരുന്നു. അവരുടെ മഹിമയും പാടുന്നു. സർവഗുണ സമ്പന്നം 16 കലാ സമ്പൂർണം എന്ന് നിങ്ങൾ സ്വയവും പാടിയിരുന്നു. ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവത വീണ്ടും ആയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയാക്കി എന്ന മഹിമയുമുണ്ട്. ബ്രഹ്മ വിഷ്ണു ശങ്കരനെയും ദേവത എന്ന് പറയുന്നു. ബ്രഹ്മ ദേവതായ നമ, പിന്നെ പറയുന്നു ശിവ പരമാത്മായ നമ. ഇപ്പോൾ അതിൻ്റെ അർത്ഥവും നിങ്ങൾ അറിയുന്നുണ്ട്. അവരാണെങ്കിൽ അന്ധവിശ്വാസത്തോടെ കേവലം പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശങ്കർ ദേവതായ നമ എന്ന് പറയും. ശിവനെക്കുറിച്ച് ശിവ പരമാത്മായ നമ എന്ന് പറയും. അപ്പോൾ വ്യത്യാസം വന്നുവല്ലോ. അത് ദേവതയായി, അതായത് ശങ്കർ ദേവതയായി, ആ ഒന്ന് പരമാത്മാവായി. ശിവനും ശങ്കറും ഒന്നാണ് എന്ന് പറയുവാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ തീർച്ചയായും കല്ല് ബുദ്ധിയായിരുന്നു. ഇപ്പോൾ പവിഴ ബുദ്ധിയായിക്കൊണ്ടിരിക്കുന്നു. ദേവതമാരെ കല്ല് ബുദ്ധി എന്ന് പറയില്ല. പിന്നെ ഡ്രാമ അനുസരിച്ച് രാവണ രാജ്യത്തിൽ പടികൾ ഇറങ്ങേണ്ടതുണ്ട്. പാരസ് ബുദ്ധിയിൽ നിന്നും കല്ല് ബുദ്ധിയാകേണ്ടതുണ്ട്. ഏറ്റവും ബുദ്ധിവാൻ ഒരേ ഒരു ബാബയാണ്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ശക്തി അവശേഷിക്കുന്നില്ല. ബാബ അങ്ങനെയുള്ളവരെ ഇരുന്ന് പവിഴ ബുദ്ധിയാക്കുന്നു. നിങ്ങളിവിടെ വരുന്നത് പവിഴ ബുദ്ധിയാകുവാനാണ്. പാരസ്നാഥൻ്റെയും ക്ഷേത്രമുണ്ട്, അവിടെ മേള നടക്കുന്നു.
എന്നാൽ പാരസ്നാഥൻ ആരാണ് എന്നതാർക്കും അറിയില്ല. വാസ്തവത്തിൽ പവിഴമാക്കി മാറ്റുന്നവൻ ബാബ തന്നെയാണ്. ആ ഒന്ന് ബുദ്ധിമാന്മാരുടെയും ബുദ്ധിയാണ്. ഈ ജ്ഞാനം കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിക്കുള്ള പോഷണമാണ്. ഇതിലൂടെ ബുദ്ധി എത്ര പരിവർത്തനപ്പെടുന്നു. ഈ ലോകം മുള്ളുകളുടെ കാടാണ്. അന്യോന്യം എത്ര ദുഃഖം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തമോ പ്രധാനമായ രൗരവ നരകമാണ്. ഗരുഡ പുരാണത്തിൽ വളരെ അതിശയകരമായ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിക്ക് പോഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പരിധിയില്ലാത്ത ബാബ പോഷണം തന്നുകൊണ്ടിരിക്കുന്നു. ഇത് പഠനമാണ്. ഇതിനെ ജ്ഞാനാമൃതം എന്നും പറയുന്നു. ജലമൊന്നുമല്ല. ഇക്കാലത്ത് എല്ലാ വസ്തുക്കളെയും അമൃത് എന്ന് പറയുന്നു. ഗംഗാജലത്തെയും അമൃത് എന്ന് പറയുന്നു. ദേവതമാരുടെ പാദം കഴുകി ജലം വയ്ക്കുന്നു. അതിനെ അമൃത് എന്ന് പറയുന്നു. ഇപ്പോൾ ഇതും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണല്ലോ. ഈ അഞ്ജലി അമൃതാണോ അഥവാ പതീത പാവനിയായ ഗംഗയുടെ ജലം അമൃതാണോ? അഞ്ജലി കൊടുക്കുന്നതിനെ, അതായത് കൈക്കുമ്പിളിൽ കൊടുക്കുന്ന ജലത്തെ പതീതരെ പാവനമാക്കുന്ന ഒന്നായി പറയുന്നില്ല. ഗംഗാജലത്തെയാണ് പതീത പാവനി എന്ന് പറയുന്നത്. മനുഷ്യൻ മരിക്കുമ്പോൾ ഗംഗാജലം വായിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുമുണ്ട്. അർജുനൻ അമ്പെയ്ത് അമൃതജലം കുടിപ്പിച്ചതായും കാണിക്കുന്നു. കുട്ടികളായ നിങ്ങൾ അമ്പോ മറ്റോ ഒന്നും എയ്യുന്നില്ല. അമ്പുകൾ കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു ഗ്രാമമുണ്ട്. അവിടെയുള്ള രാജാവിനെ ഈശ്വരൻ്റെ അവതാരമായി പറയുന്നു. ഈശ്വരൻ്റെ അവതാരമാവുക സാധ്യമല്ല. വാസ്തവത്തിൽ സത്യസത്യമായ സദ്ഗുരു ഒന്ന് തന്നെയാണ്. ആ ഒന്ന് സർവരുടെയും സദ്ഗതിദാതാവാണ്. സർവ ആത്മാക്കളെയും കൂടെ കൊണ്ടുപോകുന്നു. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും തന്നെ തിരിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കില്ല. ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്നതിൻ്റെയും കാര്യമില്ല. ഈ നാടകം തയ്യാറാക്കപ്പെട്ടതാണ്. സൃഷ്ടിയുടെ ചക്രം അനാദിയായി തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എങ്ങനെയാണ് റിപ്പീറ്റ് ആകുന്നത്? ഇത് ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, മറ്റാരും അറിയുന്നില്ല. മനുഷ്യർ, അതായത് ആത്മാക്കൾ, രചയിതാവായ തൻ്റെ പിതാവിനെ പോലും അറിയുന്നില്ല. ആ ഒന്നിനെയാണ് ഓ ഗോഡ് ഫാദർ എന്ന് ഓർമ്മിക്കുന്നത്. പരിധിയുള്ള പിതാവിനെ ഒരിക്കലും ഗോഡ് ഫാദർ എന്ന് പറയില്ല. ഗോഡ് ഫാദർ എന്ന വാക്ക് വളരെ റെസ്പെക്റ്റോടെ പറയുന്നു. ആ ഒന്നിനെ കുറിച്ച് തന്നെയാണ് പതീത പാവനൻ, ദുഃഖം ഹരിച്ച് സുഖം തരുന്നവൻ എന്ന് പാടുന്നത്. ഒരു ഭാഗത്ത് ദുഃഖം ഹരിച്ച് സുഖം തരുന്നവൻ എന്ന് പറയുന്നു. പിന്നെ ഏതെങ്കിലും ദുഃഖമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയോ മറ്റോ മരിച്ചു പോകുമ്പോൾ ഈശ്വരനാണ് ദുഃഖവും സുഖവും നൽകുന്നത്, ഈശ്വരനാണ് നമ്മുടെ കുട്ടിയെ എടുത്തത് എന്ന് പറയുന്നു. ഇതെന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു മഹിമയും പാടും. പിന്നെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഈശ്വരനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈശ്വരനാണ് കുട്ടിയെ നൽകിയത് എന്ന് പറയുന്നു. പിന്നെ അഥവാ തിരിച്ചെടുത്തുവെങ്കിൽ നിങ്ങൾ എന്തിന് കരയുന്നു? ഈശ്വരൻ്റെ അടുക്കലല്ലേ പോയത്? സത്യയുഗത്തിൽ ഒരിക്കലും ആരും കരയുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കരയേണ്ട ഒരു കാര്യവുമില്ല. ആത്മാവിന് അതിൻ്റെ കണക്കനുസരിച്ച് പോയി രണ്ടാമത്തെ പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട്. ജ്ഞാനം ഇല്ലാത്തത് കാരണം മനുഷ്യർ എത്ര കരയുന്നു, മനോരോഗിയെ പോലെ ആകുന്നു. ഇവിടെയാണെങ്കിൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, അമ്മ മരിച്ചാലും ഹലുവ കഴിക്കണം, നഷ്ടമോഹയാകണം. നമ്മുടേത് ഒരേ ഒരു പരിധിയില്ലാത്ത ബാബയാണ്, രണ്ടാമതാരുമില്ല. ഇങ്ങനെയുള്ള അവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാകണം. മോഹജീത് രാജാവിൻ്റെ കഥയും കേട്ടിട്ടുണ്ടല്ലോ. ഇതെല്ലാം തന്നെ കെട്ടുകഥകളാണ്. സത്യയുഗത്തിൽ ഒരിക്കലും ദുഃഖത്തിൻ്റെ കാര്യമുണ്ടാകുന്നില്ല, ഒരിക്കലും അകാല മൃത്യു ഉണ്ടാകുന്നില്ല.
കുട്ടികൾക്കറിയാം നമ്മൾ കാലത്തിൻ്റെ മേൽ ജയം നേടുന്നു. ബാബയെ മഹാകാലൻ എന്നും പറയുന്നു. കാലൻ്റെയും കാലൻ നിങ്ങൾക്ക് കാലത്തിൻ്റെ മേൽ ജയം നേടിത്തരുന്നു. അതായത് കാലം ഒരിക്കലും ഭക്ഷിക്കുന്നില്ല. കാലത്തിന് ആത്മാവിനെ ഭക്ഷിക്കുവാൻ സാധിക്കില്ല. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. അതിനെയാണ് കാലൻ ഭക്ഷിച്ചു എന്ന് പറയുന്നത്. അല്ലാതെ കാലൻ എന്നൊരു വസ്തുവില്ല. മനുഷ്യർ മഹിമ പാടിക്കൊണ്ടിരിക്കുന്നു, ഒന്നും മനസ്സിലാക്കുന്നില്ല. അച്യുതം കേശവം എന്ന് പാടുന്നു, അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. മനുഷ്യൻ പൂർണ്ണമായും വിവേകത്തിനും പുറത്തായിപ്പോയി. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ 5 വികാരങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ എത്ര മോശമാക്കുന്നു. എത്ര മനുഷ്യർ ബദ്രീനാഥിലും മറ്റും പോകുന്നു. ഇന്ന് 2 ലക്ഷം പേർ പോയി, 4 ലക്ഷം പേർ പോയി. വലിയ വലിയ ഓഫീസേഴ്സും തീർത്ഥയാത്രയ്ക്കായി പോകുന്നു. നിങ്ങളാണെങ്കിൽ പോകുന്നില്ല. ഈ BKs നാസ്തികരാണ്, കാരണം ഭക്തി ചെയ്യുന്നില്ല എന്നവർ പറയും. നിങ്ങൾ പറയുന്നു ഭഗവാനെ അറിയാത്തവരാണ് നാസ്തികർ. ബാബയെ ആരും അറിയുന്നില്ല. അതിനാൽ ഇതിനെ ഓർഫൻസിൻ്റെ ലോകം, അനാഥരുടെ ലോകം എന്ന് പറയുന്നു. എത്ര പരസ്പരം അടിവഴക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ മുഴുവൻ ലോകവും ബാബയുടെ വീടാണല്ലോ. ബാബ മുഴുവൻ ലോകത്തിലെ കുട്ടികളെയും പതീതത്തിൽ നിന്നും പാവനമാക്കുവാൻ വരുന്നു. പകുതി കൽപ്പം തീർച്ചയായും പാവന ലോകം ഉണ്ടായിരുന്നുവല്ലോ. രാം രാജ, രാം പ്രജ, രാം സാഹുകാർ എന്ന് പാടുന്നുമുണ്ട്. അതായത് രാമൻ രാജാവായിരിക്കുമ്പോൾ രാമനെ പോലെ പ്രജയും ധനികരും രാമനെ പോലെ എന്ന്. അവിടെ പിന്നെ അധർമ്മത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകും? അവിടെ സിംഹവും ആടും ഒരുമിച്ച് ജലം കുടിക്കുന്നു എന്ന് പറയുന്നുമുണ്ട്. പിന്നെ അവിടെ രാവണനും മറ്റും എവിടെ നിന്നും വന്നു? മനസ്സിലാക്കുന്നില്ല. പുറത്തുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് ചിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ സാഗരമായ ബാബ വന്ന് നമുക്ക് ജ്ഞാനം നൽകുന്നു. ഇത് പതീത ലോകമാണല്ലോ. ഇപ്പോൾ പ്രേരണയിലൂടെ പതീതരെ പാവനമാക്കുമോ? ഹേ പതീത പാവന, വരൂ, വന്ന് നമ്മളെ പാവനമാക്കൂ എന്ന് വിളിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഭാരതത്തിൽ തന്നെയായിരിക്കുമല്ലോ വന്നിട്ടുണ്ടാവുക. ഇപ്പോഴും പറയുന്നു, ജ്ഞാനത്തിൻ്റെ സാഗരനായ ഞാൻ വന്നിരിക്കുകയാണ്. കുട്ടികൾക്കറിയാം, ശിവബാബയിൽ തന്നെയാണ് മുഴുവൻ ജ്ഞാനവുമുള്ളത്. ആ ബാബ ഇരുന്ന് കുട്ടികൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിച്ചു തരുന്നു. ശാസ്ത്രങ്ങളിലുള്ളതെല്ലാം കെട്ടുകഥകളാണ്. വ്യാസഭഗവാൻ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കി എന്ന പേര് വെച്ചിരിക്കുന്നു. ആ വ്യാസൻ ഭക്തിമാർഗത്തിലേതായിരുന്നു. ഇതാണ് വ്യാസദേവൻ. ആ ഒന്നിൻ്റെ കുട്ടികളായ നിങ്ങൾ സുഖദേവനാണ്. ഇപ്പോൾ നിങ്ങൾ സുഖത്തിൻ്റെ ദേവതയാകുന്നു. സുഖത്തിൻ്റെ സമ്പത്ത് വ്യാസനിൽ നിന്നും ശിവാചാര്യനിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുന്നു. വ്യാസൻ്റെ കുട്ടികൾ നിങ്ങളാണ്. എന്നാൽ മനുഷ്യർ കുഴങ്ങിപ്പോകരുത്. അതിനാൽ ശിവന്റെ കുട്ടികൾ എന്ന് പറയുന്നു. ആ ഒന്നിൻ്റെ യഥാർത്ഥ നാമം തന്നെ ശിവനാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ശിവ് ബാബ മുന്നിലിരിക്കുന്നു എന്നിരിക്കെ ഏതെങ്കിലും ദേഹധാരിയെ നോക്കാതിരിക്കൂ. ആത്മാവിനെ അറിയുകയാണ് ചെയ്യുന്നത്, പരമാത്മാവിനെയും അറിയുകയാണ് ചെയ്യുന്നത്. ആ ഒന്ന് പരംപിത പരമാത്മാ ശിവനാണ്. ആ ഒന്ന് വന്ന് പതീതത്തിൽ നിന്നും പാവനമാകാനുള്ള വഴി പറഞ്ഞു തരുന്നു. പറയുന്നു, ഞാൻ ആത്മാക്കളായ നിങ്ങളുടെ പിതാവാണ്. ആത്മാവിനെ റിയലൈസ് ആണ് ചെയ്യുന്നത്, കാണുകയല്ല ചെയ്യുന്നത്. ബാബ ചോദിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ തൻ്റെ ആത്മാവിനെ റിയലൈസ് ചെയ്തോ? ഇത്രയും ചെറിയൊരു ആത്മാവിൽ അവിനാശി പാർട്ട് അടങ്ങിയിരിക്കുകയാണ്, ഒരു റെക്കോർഡിൽ എന്ന പോലെ. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ തന്നെയാണ് ശരീരം ധാരണ ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ ദേഹാഭിമാനിയായിരുന്നു.
ഇപ്പോൾ ദേഹി അഭിമാനിയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ 84 ജന്മങ്ങൾ എടുക്കുന്നു. അതിന് അവസാനം ഉണ്ടാകുന്നില്ല. ചിലരൊക്കെ ചോദിക്കുന്നു, ഈ ഡ്രാമ എപ്പോൾ മുതലാണ് ആരംഭിച്ചത്? എന്നാൽ ഇത് അനാദിയാണ്, ഒരിക്കലും വിനാശമാകുന്നില്ല. ഇതിനെ പറയുന്നത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട അവിനാശി വേൾഡ് ഡ്രാമ എന്നാണ്. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. പഠിത്തമില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ ആത്മാവ് തന്നെയാണ് ശരീരത്തിൽ ഇരിക്കുന്നത്. ഇതാണ് കല്ല് ബുദ്ധിക്കുള്ള ഭോജനം. ബുദ്ധിക്ക് വിവേകം ലഭിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടി ബാബ ചിത്രങ്ങൾ ഉണ്ടാക്കിച്ചിരിക്കുന്നു. വളരെ സഹജമാണ്. ഇതാണ് ത്രിമൂർത്തി ബ്രഹ്മ വിഷ്ണു ശങ്കർ. ബ്രഹ്മാവിനെയും എന്തുകൊണ്ട് ത്രിമൂർത്തി എന്ന് പറയുന്നു? ദേവദേവ മഹാദേവ. ഒന്ന് മറ്റൊന്നിന് ഉപരിയായി വയ്ക്കുന്നു. അർത്ഥമൊന്നും അറിയുന്നില്ല. ബ്രഹ്മാവ് ദേവത എങ്ങനെയാകും? പ്രജാപിത ബ്രഹ്മാവ് ഇവിടെയാണല്ലോ ഉണ്ടായിരിക്കേണ്ടത്. ഈ കാര്യങ്ങൾ ഒരു ശാസ്ത്രങ്ങളിലുമില്ല. ബാബ പറയുന്നു, ഞാൻ ഈ ശരീരത്തിൽ പ്രവേശിച്ച് ഇദ്ദേഹത്തിലൂടെ നിങ്ങളെ മനസ്സിലാക്കിക്കുന്നു, ഇദ്ദേഹത്തെ സ്വന്തമാക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ വരുന്നു. ഇദ്ദേഹവും 5 വികാരങ്ങളെ സന്യസിക്കുന്നു. സന്യസിക്കുന്നവരെ തന്നെയാണ് യോഗി എന്നും ഋഷി എന്നും പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ രാജ ഋഷി ആയിരിക്കുന്നു. 5 വികാരങ്ങളുടെ സന്യാസം നിങ്ങൾ ചെയ്തു. അപ്പോൾ പേര് മാറുന്നു. നിങ്ങൾ രാജയോഗിയാകുന്നു. നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ആ സന്യാസിമാർ വീടും കുടുംബവും ഉപേക്ഷിച്ചു പോകുന്നു. ഇവിടെയാണെങ്കിൽ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് കഴിയുന്നു. നമ്മൾ വികാരത്തിലേക്ക് ഒരിക്കലും പോവുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. മുഖ്യമായ കാര്യം തന്നെ വികാരത്തിൻ്റെതാണ്. കുട്ടികളായ നിങ്ങൾക്കറിയാം, ശിവ് ബാബ രചയിതാവാണ്. ആ ഒന്ന് പുതിയ രചനയെ രചിക്കുന്നു. ആ ഒന്ന് ബീജരൂപമാണ്. സച്ചിത് ആനന്ദത്തിൻ്റെ സാഗരമാണ്. ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. സ്ഥാപന, വിനാശം, പാലന എങ്ങനെ ചെയ്യുന്നു? ഇത് ബാബയ്ക്കറിയാം, മനുഷ്യർക്കറിയില്ല. ഉടനെ പറയും, ബികേസായ നിങ്ങൾ ലോകത്തിൻ്റെ വിനാശം ചെയ്യും എന്ന്. നല്ലത്, നിങ്ങളുടെ വായി മധുരിതമാക്കുന്നു. ഇവർ വിനാശത്തിനു വേണ്ടിയാണ് നിമിത്തമായിരിക്കുന്നത് എന്ന് പറയുന്നു. ശാസ്ത്രങ്ങളെയോ ഭക്തിയെയോ ഗുരുക്കന്മാരെയോ അംഗീകരിക്കുന്നില്ല. കേവലം തൻ്റെ ദാതയെ മാത്രമാണ് അംഗീകരിക്കുന്നത്. എന്നാൽ ബാബ സ്വയം പറയുന്നു, ഇത് പതീത ശരീരമാണ്, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. പതീത ലോകത്തിൽ പാവനമായ ആരും ഉണ്ടായിരിക്കുന്നില്ല. മനുഷ്യർ ഏതൊരു കേട്ട് കേൾവിയുടെ കാര്യങ്ങളാണോ കേൾക്കുന്നത് അത് പറയുന്നു. ഇങ്ങനെയുള്ള കേട്ട് കേൾവിയുടെ കാര്യങ്ങളിലൂടെയാണ് ഭാരതം ദുർഗതി പ്രാപിച്ചത്. അതിനാലാണ് ബാബ വന്ന് സത്യം കേൾപ്പിച്ച് സർവരുടെയും സദ്ഗതി ചെയ്യുന്നത്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയിൽ നിന്നും സുഖത്തിൻ്റെ സമ്പത്തെടുത്ത് സുഖത്തിൻ്റെ ദേവതയാകണം. സർവർക്കും സുഖം നൽകണം. രാജ ഋഷി ആകുന്നതിനായി സർവവികാരങ്ങളെയും സന്യസിക്കണം. പഠനം തന്നെയാണ് സത്യമായ പോഷണം. സദ്ഗതിക്ക് വേണ്ടി കേട്ട് കേൾവിയുടെ കാര്യങ്ങളെ ഉപേക്ഷിച്ച് ശ്രീമത്തനുസരിച്ച് നടക്കണം. ഒരു ബാബയിൽ നിന്ന് തന്നെ കേൾക്കണം. മോഹജീത്താകണം. വരദാനം: തൻ്റെ യഥാർത്ഥ സംസ്കാരങ്ങളെ എമർജ് ചെയ്ത് സദാ ഹർഷിതമായിരിക്കുന്ന ജ്ഞാനസ്വരൂപമായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ ജ്ഞാനം സ്മരിച്ച് അതിൻ്റെ സ്വരൂപം ആകുന്നത്, അവർ സദാ ഹർഷിതമായിരിക്കുന്നു. സദാ ഹർഷിതമായിരിക്കുക എന്നതാണ്
ബ്രാഹ്മണ ജീവിതത്തിൻ്റെ യഥാർത്ഥ സംസ്കാരം. ദിവ്യഗുണങ്ങൾ തൻ്റെ വസ്തുവാണ്. അവഗുണങ്ങൾ മായയുടെ വസ്തുവാണ്. അത് സംഘദോഷത്തിലൂടെ വന്നു ചേർന്നതാണ്. ഇപ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കൂ. തൻ്റെ ഓൾമൈറ്റി അതോറിറ്റിയുടെ പൊസിഷനിൽ ഇരിക്കൂ. അപ്പോൾ സദാ ഹർഷിതമായിരിക്കും. ഏതെങ്കിലും ആസുരീയതയ്ക്കോ വ്യർത്ഥ സംസ്കാരങ്ങൾക്കോ മുന്നിൽ വരാനുള്ള ധൈര്യം പോലും വയ്ക്കുവാൻ സാധിക്കില്ല. സ്ലോഗൻ: സമ്പൂർണതയുടെ ലക്ഷ്യം മുന്നിൽ വയ്ക്കൂ. അപ്പോൾ സങ്കല്പത്തിൽ പോലും ഏതെങ്കിലും ആകർഷണത്തിന് ആകർഷിക്കുവാൻ സാധിക്കില്ല. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലതാ സമ്പന്നം ആകൂ. ഏകതയ്ക്ക് വേണ്ടി റിഗാർഡ് നൽകുന്നത് തന്നെയാണ് റിഗാർഡ് നേടുന്നത് എന്ന ആത്മീയ രക്ഷാകവചം സദാ തൻ്റെ കൂടെ വയ്ക്കണം. ഈ റിഗാർഡിൻ്റെ റെക്കോർഡ് സഫലതയുടെ അവിനാശി റെക്കോർഡായി മാറും. വായിൽ ഒരേ ഒരു സഫലതയുടെ മന്ത്രം ഉണ്ടായിരിക്കണം. ആദ്യം താങ്കൾ. ഈ മഹാമന്ത്രം മനസ്സുകൊണ്ട് ദൃഢമായിരിക്കണം. യഥാർത്ഥ രൂപത്തിൽ ആദ്യം ഞാൻ എന്നതിനെ മാറ്റി മറ്റുള്ളവരെ മുന്നിലാക്കുന്നത് തന്നെയാണ് സ്വയം മുന്നിലാകുന്നത് എന്ന് മനസ്സിലാക്കി ഈ മഹാമന്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയി സഫലത നേടിക്കൊണ്ടിരിക്കൂ. ഈ മന്ത്രവും രക്ഷാകവചവും സദാ കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ പ്രത്യക്ഷതയുടെ പെരുമ്പറ മുഴങ്ങും. ഓം ശാന്തി. ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് ഒരു ചൈതന്യ ശക്തിയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ ശുദ്ധവും പവിത്രവുമായ എൻ്റെ യഥാർത്ഥ സ്വരൂപം എനിക്ക് അനുഭവവേദ്യമാകുന്നു. ഈശ്വരൻ്റെ ധാമത്തിൽ നിന്നും ഈ കർമ്മക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മസ്വരൂപം അതിനിർമ്മലവും അതിപവിത്രവുമായിരുന്നു. എൻ്റെ ആ നിർമ്മലവും ശുദ്ധവുമായ സ്വരൂപത്തിൻ്റെ പരിപൂർണ അനുഭവം നേടുന്നതിന് ഞാൻ ശാന്തിയുടെ ധാമമായ ആ ജ്യോതിദേശത്തിൽ ബ്രഹ്മതത്വം വ്യാപിച്ചിരിക്കുന്ന ആ ദിവ്യധാമത്തിൽ സങ്കല്പം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ദിവ്യ ജ്യോതിദേശത്തിൽ എൻ്റെ ആന്തരിക നേത്രത്തിലൂടെ പരമാത്മാ സ്വരൂപം ദർശിക്കുന്ന മാത്രയിൽ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ ആത്മാവിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. അനന്യഭാവത്തിൽ ആ പരമാത്മാ സ്വരൂപത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ അനിർവചനീയമായ
ദിവ്യ അലൗകിക സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. സർവബന്ധനമുക്തവും ആനന്ദമയവുമായ സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ ദിവ്യവും അലൗകികവുമായ ഈശ്വരീയ പ്രാപ്തികളുടെ അനുഭവം സംഗമയുഗത്തിലെ സർവശ്രേഷ്ഠ ഭാഗ്യമാണ്. സാകാര സൃഷ്ടിയിലെ എൻ്റെ സഹോദര ആത്മാക്കൾക്കും അവരുടെ ജന്മസിദ്ധ അവകാശമായ ഈശ്വരീയ പ്രാപ്തികൾ ലഭിക്കട്ടെ എന്ന ശക്തിശാലി ശുഭസങ്കൽപ്പം ഞാൻ അവരിലേക്ക് അയക്കുകയാണ്. ഹേ ആത്മാക്കളെ, ബാബ സർവ ആത്മാക്കൾക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ഈശ്വരീയ സമ്പത്ത് നൽകുവാൻ വന്നു കഴിഞ്ഞു എന്ന മനസ്സിൻ്റെ സങ്കല്പം ആ ആത്മാക്കളിൽ എത്തട്ടെ. സംഗമയുഗത്തിലെ ഈ സർവശ്രേഷ്ഠ ഭാഗ്യത്തിന് ആ ആത്മാക്കൾ യോഗ്യരായി മാറട്ടെ.